തിരികെ വയനാട്ടിലേക്കാണ്. വയനാടിനെ കഴിഞ്ഞ 3 ദിവസമായി വിറപ്പിക്കുന്ന കടുവയെ പിടികൂടാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ കടുവയെ വെടിവെച്ചു എന്നാണ്, പക്ഷേ അത് കടുവയ്ക്ക് കൊണ്ടില്ല എന്നുള്ളതാണ്. ആ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കടുവയെ പിടികൂടാൻ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള പരിശ്രമങ്ങൾ അവിടെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, എന്താണ് സ്ഥലത്ത് നടക്കുന്നത്? ആര്യ, നേരത്തെ ഈ RRT അംഗത്തിന് പരിക്ക് പറ്റിയ സ്ഥലത്തേക്ക് പോയിരുന്ന സംഘങ്ങളെല്ലാം ഇപ്പോൾ അരുൺ സക്കറിയ അടക്കമുള്ള സംഘങ്ങളെല്ലാം ബേസ് ക്യാമ്പ് ഓഫീസിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ RRT ടീമിന്റെ ഒരു വണ്ടിയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദൗത്യ സംഘമായിരുന്നു അങ്ങോട്ടേക്ക് ഈ RRT അംഗത്തിന് പരിക്കേറ്റ സ്ഥലത്തേക്ക് തറാട്ടിൽ എന്ന പ്രദേശത്തേക്ക് പോയിരുന്നത്. അവിടുന്ന് നിന്ന് ഇപ്പോൾ മടങ്ങി വരുന്ന കാഴ്ച ഒരുപാട് ഒരു 3-4 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാണ് ഇപ്പോൾ ബേസ് ക്യാമ്പ് ഓഫീസിലേക്ക് തിരിച്ചു വരികയാണോ? മന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണോ? തീർച്ചയായിട്ടും. അതായത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ ഒരു ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തറാട്ടിൽ എന്ന ഭാഗത്ത് RRT അംഗത്തിന് ആക്രമണം ഏറ്റു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കടുവയെ കണ്ടപ്പോൾ ഒരു വെടിവെച്ചു എന്ന് പറയുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. കാരണം ഇത് നിരന്തരമായിട്ട് നേരത്തെ മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സഞ്ചാരപഥം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ ഓടിപ്പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത് റഡാർ പരിധിയിൽ നിന്നും പുറത്തുപോയ സാഹചര്യത്തിൽ പുതിയ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകണം. അത് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ആ ആക്ഷൻ പ്ലാൻ സജ്ജമാക്കാനും അതുപോലെ തന്നെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിയെ ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അങ്ങോട്ടേക്ക് തറാട്ടിൽ ഭാഗത്തേക്ക് പോയ ടീം ഇപ്പോൾ ബേസ് ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് തിരിച്ചെത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പുതിയ ആക്ഷൻ പ്ലാൻ വേണം. കാരണം കടുവ കുറച്ച് ആരോഗ്യവാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കടുവ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിന്റെ ദിശ മാറി സഞ്ചാരപഥം മാറി അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു യോഗം ചേരുന്നു. RRT ടീമിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത്. അതിൽ അരുൺ സക്കറിയ അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ ബേസ് ക്യാമ്പ് പരിസരത്തേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇനി ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും ചെയ്യും. അതേസമയം കളക്ട്രേറ്റിൽ ഉന്നത യോഗം ചേരുന്നുണ്ട്. ആ ഉന്നത യോഗത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ പുതിയ ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. എന്തായാലും ദൗത്യത്തിൽ നിന്ന് രണ്ടാമതൊരു ആക്രമണം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കടുവയെ പിടികൂടുക, അത് വെടിവെച്ച് കൊല്ലാനാണെങ്കിൽ അങ്ങനെ വെടിവെച്ച് കൊല്ലുക എന്നൊരു ദൗത്യത്തിലേക്ക് തന്നെ ഈ സംഘം നീങ്ങുകയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ RRT അംഗത്തിന്റെ പരിക്ക് ഗുരുതരമല്ല, ആശ്വാസകരമായ വാർത്തയാണ്. അത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇനി കൂടുതൽ ദൗത്യം കൂടുതൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുവ ഒരിടത്ത് നിൽക്കുന്നില്ല. അതായത് ഈ നേരത്തെ RRT അംഗത്തെ ആക്രമിച്ച സ്വഭാവം തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മേലിലേക്ക് ചാടി വീഴുകയായിരുന്നു. ആ ഷീൽഡ് ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിക്കുന്നു. ആ ഷീൽഡ് ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിന്റെ അടിയേറ്റ് അത്രയും പവറുള്ള അടിയായിരിക്കണം. ആ അടിയേറ്റ് ഷീൽഡ് പൊട്ടുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വലതു കൈക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ആശ്വസിക്കാവുന്നത് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല, വലതു കൈക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നത് മാത്രമാണ്. എന്തായാലും പുതിയൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകണം. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് അരുൺ സക്കറിയയും സംഘവും. പുതിയൊരു ആക്ഷൻ പ്ലാൻ അതിലേക്ക് കടക്കുകയാണ്. നിലവിൽ എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് മതിയാകില്ല, അതിൽ അപര്യാപ്തതയുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കൂടി എത്തുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കുറച്ചുകൂടി ഗൗരവതരമായി തന്നെ ഇതിലേക്ക് ഈ ആക്ഷൻ പ്ലാനിനെ അല്ലെങ്കിൽ ഈ ഓപ്പറേഷനെ നോക്കിക്കാണുകയാണ്, ഈ മിഷനെ നോക്കിക്കാണുന്നു ഉദ്യോഗസ്ഥരെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അരുൺ സഖറയുടെ നേതൃത്വത്തിൽ വീണ്ടും ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് അടുത്തൊരു യോഗം ചേരുകയാണ്. പുതിയൊരു പ്ലാൻ തയ്യാറാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നേരത്തെ കടുവ ഒരു RRT ഉദ്യോഗസ്ഥന് നേരെ ചാടി വീണ് അദ്ദേഹത്തെ ആക്രമിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് കടുവയ്ക്ക് നേരെ ഒരു തവണ വെടിയുതിർത്തത്. പക്ഷേ ആ കടുവയ്ക്ക് ആ വെടിയേറ്റില്ല എന്നുള്ള കാര്യവും ആണ് ഇംതിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്ലാനിൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഊർജിതമായ രീതിയിലേക്ക് തന്നെ ഈ വയനാട്ടിലെ കടുവയെ തേടിയുള്ള ഈ ഒരു ദൗത്യം നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇംതിയാസ് കരീം പങ്കുവയ്ക്കുന്നത്.